ഹാർഡ് ഇയേഴ്സ് എം ജി യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് ഇയേഴ്സിൻ്റെ ക്ലാസ്സുകൾ ഇന്ന് തുടങ്ങുകയാണ് അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഇനി കിട്ടാത്തവർ വിഷമിക്കുകയൊന്നും വേണ്ട, ഇനി സീറ്റുകൾ വേക്കൻസി ആവുന്നതനുസരിച്ചിട്ട് അവർക്ക് കിട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ എല്ലാവരോടും ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇനി എത്ര പേര് ഇത് കേൾക്കുന്നുണ്ടെന്ന് അറിയില്ല, എന്നാലും ഒന്ന് പറയുവാണ്. നിങ്ങൾ +1 +2 പഠിച്ച പോലെ നിങ്ങളിപ്പോൾ കൺട്രോൾ ചെയ്യാൻ അവിടുത്തെ ടീച്ചേഴ്സോ, അതായത് +1 +2 എന്തെങ്കിലും ചെറിയ കുരുത്തക്കേടൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രായത്തിൻ്റേതായിട്ടുള്ള എന്തെങ്കിലും ചെറിയ ഇതൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് വീട്ടിലറിയും അല്ലേ. ടീച്ചേഴ്സ് പറയും, വീട്ടിലറിയും, അല്ലെങ്കിൽ ആ ടീച്ചേഴ്സിൻ്റെ തന്നെ ഒരു നല്ല രീതിയിലുള്ളൊരു ഇടപെടലൊക്കെ അതിലുണ്ടാവും. ഇനി ഡിഗ്രി ക്ലാസ്സുകളിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾ ആരും അവിടെ കൺട്രോൾ ചെയ്യാനൊന്നും ഉണ്ടാവില്ല. ഒരുപക്ഷേ ഫസ്റ്റ് ഇയേഴ്സ് കുറച്ചെങ്കിലും ഒന്ന് ഇതായേക്കാം. പിന്നെ ഫസ്റ്റ് ഇയർ ഒരു ഹാഫൊക്കെ ആകുമ്പോൾ തന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനാണ്. ഫസ്റ്റ് ഇയറും അങ്ങനെ ആരും ഒന്നും പിടിക്കുന്നില്ല, ചില കോളേജസ് മാത്രമാണ്. അപ്പോൾ നിങ്ങളാണ് നിങ്ങളുടെ മാസ്റ്റേഴ്സ് നന്നാവണോ ചീത്തയാവണോ എങ്ങനെ വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്നു 10th 12th ഒന്നും അല്ല ഇമ്പോർട്ടൻ്റ്. കാരണം 12th എന്ന് പറയുന്ന മാർക്ക് കൊണ്ട് നമുക്ക് നല്ലൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടാനൊരു ഗുണം അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ആ 12th കഴിഞ്ഞിട്ടുള്ള ഹയർ സ്റ്റഡീസിലേക്ക് പോകുമ്പോൾ ആ മാർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾക്ക് നമുക്കൊരു ഗുണം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇനിയുള്ള അക്കാദമിക് ഇയറാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. സപ്ലികളൊന്നും വരുത്താതെ നോക്കുക. പിന്നെ നമ്മളിപ്പോൾ ഫിലിമിലൊക്കെ പല കാര്യങ്ങളും കാണുന്നുണ്ടാവും, പക്ഷേ അതൊന്നും ലൈഫല്ല എന്ന് മനസ്സിലാക്കുക. കാരണം ആ ഫിലിമിൽ അഭിനയിക്കുന്ന അവർ തന്നെ ചിലവരൊക്കെ വന്നിരുന്ന് പറയാറുണ്ട് ഇതല്ല ലൈഫ് എന്നുള്ളത്. പിന്നെ അവരൊക്കെ ആണെങ്കിലും അവരുടെ ഹെൽത്തും അവരുടെ ആ ഒരു ഗ്ലാമറൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ചില ഹാബിറ്റ്സൊക്കെ നശിപ്പിച്ച് കളയുന്നത് കൊണ്ട് അവരതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്ന ആളുകളായിരിക്കും. അതൊന്നും അവർ യൂസ് ചെയ്യുമോ അല്ലെങ്കിൽ അവർ ഇതാക്കുകയോ ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ അത് ലൈഫല്ല. നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കുക എന്നുള്ളതാണ്. ഇഷ്ടത്തിന് ജീവിക്കുക എന്നുള്ളത് നമ്മൾ പറയുമ്പോൾ നല്ല ഫ്രണ്ട്സായിട്ട് കൂടണം എന്ന് പറയുന്നത് അത് പോസിബിൾ ഒന്നും അല്ലായിരിക്കും. ചിലപ്പോൾ നോക്കുക, നമ്മുടെ ഇതിൽ പോകുന്ന കുട്ടികളുണ്ടെങ്കിൽ അങ്ങനെ പോവുക. ഇനിയിപ്പോൾ ഇൻ കേസ് അവർ ഏതെങ്കിലും രീതിയിൽ പോകുന്നവരാണെങ്കിൽ ഒന്ന് തിരുത്താൻ ശ്രമിക്കാൻ, വേണ്ട ഓവറായിട്ട് അതിൽ ഇടപെടേണ്ട. അതല്ല, അല്ലെങ്കിൽ അവരാ വഴിക്ക് പോയിക്കോട്ടെ, നമുക്ക് നമ്മുടെ വഴിയായിട്ട് പോവുക കേട്ടോ. നമ്മുടെ പാരൻസിനെ ഓർക്കുക, നമ്മുടെ ലക്ഷ്യം ഓർക്കുക. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ചൊരു നാളുകൊണ്ട് നമ്മുടെ ലൈഫൊക്കെ ഒന്ന് സെക്യൂർ ആക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള യാത്രകളാണെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ജീവിതം ഏതാണെന്ന് വെച്ചാൽ അത് ജീവിക്കാം. പക്ഷേ ആ ഒരു കുറച്ച് കാലം നമ്മളൊന്ന് ഹാർഡ് വർക്ക് ചെയ്യണം. നമ്മുടെ ഹെൽത്തും നമ്മുടെ ആ ഒരു ടൈമൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് വിചാരിച്ചാൽ ഇതൊക്കെ പോസിബിൾ ആവില്ല. ഇപ്പോൾ ശരിയാണ്, ചിലവർ പറയും ഈ ടൈമിലല്ലേ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു പ്രായമൊന്നുമില്ല കേട്ടോ. എൻജോയ് ചെയ്യണം, നമുക്ക് ഏത് ലൈഫിൽ വേണമെങ്കിലും എൻജോയ് ചെയ്യാം. പക്ഷേ ഇതിപ്പോൾ നമ്മളൊരു 3-4 വർഷം അല്ലെങ്കിൽ ഒരു 5 വർഷം ഒക്കെ നമ്മളൊരു ഇനിയൊരു കാര്യത്തിനായിട്ട് ചിലവഴിച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള നമ്മൾ ആ ഒരു ഇത്ര വർഷം കൊണ്ട് നമ്മുടെ വയസ്സൊന്നും ഒരുപാട് അങ്ങോട്ട് കൂടി പോകാനൊന്നും പോകുന്നില്ല അല്ലേ. നമുക്ക് എൻജോയ്മെൻറ്റിന് സമയമുണ്ട്. അപ്പോൾ അത് ചെയ്യാം. പിന്നെ ഇനിയും പറയും ഈ സപ്ലികളില്ലാതെ എന്ത് ജീവിതം എന്നൊക്കെ കുട്ടികൾ പറയുന്നുണ്ടാവും. അങ്ങനെ സപ്ലി ഒന്നും വാങ്ങണ്ടാന്നേ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ 3 വർഷം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേ ഭയങ്കര വിഷമായിരിക്കും. അപ്പോൾ ആരും ഉണ്ടാവില്ല, ഈ പറഞ്ഞവരാരും ഉണ്ടാവില്ല. അതൊക്കെ ഓർക്കാം കേട്ടോ. ഞാൻ കൂടുതൽ ഉപദേശിക്കുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നറിയാവുന്നതുകൊണ്ട്. അപ്പോൾ നമ്മളാണ് നമ്മുടെ ലൈഫിൻ്റെ മാസ്റ്റേഴ്സ്. അത് നല്ല രീതിയിൽ പോകണോ അല്ലെങ്കിൽ നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. നല്ല രീതിയിൽ മുമ്പോട്ട് പോകാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, ഇപ്പോൾ കുറച്ച് പേർക്കെങ്കിലും +2 കുറച്ച് ഉഴപ്പിയതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അത് ശരിക്കും പറഞ്ഞാൽ ഒരു കോഴ്സിനൊരു അഡ്മിഷൻ കിട്ടാനുള്ള ബുദ്ധിമുട്ട് മാത്രമാണ്. പക്ഷേ ലൈഫിൽ ഇനി നിങ്ങൾ ഈ ഒരു ഡിഗ്രിയൊക്കെ ഉഴപ്പിയിട്ടുണ്ടെങ്കിൽ ആ ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകാൻ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ പാരൻസിൻ്റെ അടുത്തൊക്കെ ചോദിച്ചാൽ അറിയാം അവരെത്രമാത്രം ബുദ്ധിമുട്ടിയാണ് ആ ലൈഫ് കൊണ്ടുപോകണമെന്നുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് പോകാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻസ് നോക്കാം. ഇപ്പോൾ ചിലവർക്കൊക്കെ എത്ര ഈ ഒരു ഇതിലേക്ക് പോയാലും ഒരു കപ്പാസിറ്റി ഉണ്ടാവും. അത് നമ്മൾ ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ആ കപ്പാസിറ്റി ഇപ്പോൾ എനിക്കറിയാം 10th ഒരു 70% വാങ്ങിച്ച കുട്ടി, അത് 12th ആയപ്പോൾ അത് ഒരു 80% ആയി. അതിനുശേഷം എഞ്ചിനീയറിംഗ് ഹാർഡ് വർക്ക് ചെയ്ത് എഞ്ചിനീയറിംഗ് എൻട്രൻസ് എഴുതി നല്ല രീതിയിൽ നല്ല യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്ത് നല്ല രീതിയിൽ പാസ്സായ കുട്ടികളുണ്ട്. അപ്പോൾ നമ്മൾ മുകളിലേക്കാണ് ചിന്തിക്കേണ്ടത്, താഴോട്ടല്ല. അതായത് നേരെ ഓപ്പോസിറ്റ് നടക്കുന്നുണ്ട്. +2 നല്ല ഫുൾ A+ വാങ്ങിച്ചിട്ട് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ അല്ലെങ്കിൽ മറ്റു കോളേജുകളിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ ഉഴപ്പായിട്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്ന കുട്ടികളെയും കാണാറുണ്ട്. അപ്പോൾ നിങ്ങൾ തീരുമാനിക്കുക എന്താവണം എന്നുള്ളത്. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ കണ്ടത് ഇതാണ്, ഇനി കൊടുക്കാത്തവർക്ക് കൊടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ എനിക്ക് കിട്ടിയില്ല അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പം നമ്മൾ 3rd അലോട്ട്മെൻറ്റ് വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഒരു അവസരം ഇപ്പോൾ 1-ാം തീയതി മുതൽ തുടങ്ങും എന്നുള്ളത്. അപ്പോൾ യൂണിവേഴ്സിറ്റി 1-ാം തീയതിയിലത്തെ ആ ഒരു അപ്ഡേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് തുടങ്ങുവാണ് ഇന്ന്. അപ്പോൾ അതായത് SC/STക്ക് മാത്രമുള്ള സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ആണെങ്കിൽ പോലും എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള കുട്ടികൾക്കാണ്, അതായത് അലോട്ട്മെൻറ്റ് ഇതുവരെ കിട്ടാത്ത കുട്ടികൾ, ഒരു അലോട്ട്മെൻറ്റും ഇതുവരെ കിട്ടാത്ത കുട്ടികൾ, പിന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ട് എന്തെങ്കിലും കാരണവശാൽ ക്യാൻസലായി പോകുമോ അല്ലെങ്കിൽ ജോയിൻ ചെയ്യാതിരിക്കുകയോ ഒക്കെ ചെയ്യാത്തവർ, പിന്നെ മറ്റൊന്ന് ഇതുവരെ MG യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യാത്ത കുട്ടികൾ. ഇവർക്കൊക്കെ ഇപ്പോൾ ഈ 1-ാം തീയതി മുതൽ, അതായത് നേരത്തെ അപേക്ഷിച്ചവർ, അതായത് MG യൂണിവേഴ്സിറ്റി ക്യാപ് രജിസ്ട്രേഷൻ ചെയ്തവർ ഓപ്ഷൻസ് വീണ്ടും കൊടുക്കണം കേട്ടോ. നിങ്ങളുടെ ഹയർ ഓപ്ഷൻ അവിടെ നിൽക്കുന്നുണ്ടാവും,
പക്ഷേ ഹയർ ഓപ്ഷൻ അവിടെ അതൊന്നും ഇനി കാൽക്കുലേറ്റ് ചെയ്യൂല, അല്ലെങ്കിൽ ഇനിയുള്ള അലോട്ട്മെൻറ്റിൽ പരിഗണിക്കൂല. നിങ്ങൾ പുതുതായിട്ട് അവിടെ കാണുന്ന കോളേജുകളിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജുകൾ എടുത്തു വെച്ചിട്ട് ഓപ്ഷൻസ് കൊടുക്കണം കേട്ടോ. എല്ലാവരും അത് കൊടുക്കണം. പക്ഷേ ഇതുവരെ അപ്ലൈ ചെയ്യാത്തവരെന്ത് ചെയ്യണം? ആദ്യം തന്നെ യൂണിവേഴ്സിറ്റിയിൽ രജിസ്റ്റർ ചെയ്ത് ഫീസ് അടച്ച് 1000 സംതിങ് ആണ് ഫീസ് വരുന്നത്. ആ ഫീസൊക്കെ അടച്ചിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് ഈ ഓപ്ഷൻസൊക്കെ കൊടുത്ത് സബ്മിറ്റ് ചെയ്യണം. ഓക്കെ. പിന്നെ വേണമെങ്കിൽ നിങ്ങളിപ്പോൾ ഓൾറെഡി അപ്ലൈ ചെയ്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുകൾ തിരുത്താനുണ്ടെങ്കിൽ അത് തിരുത്താം. ഓക്കെ. എന്നിട്ട് അപ്ഡേറ്റ് കൊടുത്തിട്ട് ഓപ്ഷൻസ് കൊടുക്കാം. അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു കാര്യം ഓർക്കാം, ഇതുവരെ അപ്ലൈ ചെയ്യാത്തവർക്കാണ് എല്ലാ കാര്യങ്ങളും പുതുതായിട്ട് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ നേരത്തെ അപ്ലൈ ചെയ്തു ഓപ്ഷൻസ് ഒക്കെ കൊടുത്തവരാണ്, പക്ഷേ ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടിയില്ല, ഇനി അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് ക്യാൻസലായി പോയി, അങ്ങനെയുള്ളവരൊക്കെ ഓപ്ഷൻസ് വീണ്ടും കൊടുക്കണം. പക്ഷേ വീണ്ടും ഫീസൊക്കെ അടച്ച് രജിസ്ട്രേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ NG യൂണിവേഴ്സിറ്റി തന്നെ പറയുന്നുണ്ട് കുറച്ച് കാര്യങ്ങൾ. നമ്മൾ ജസ്റ്റ് വായിച്ചിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇതിൽ ഓണേഴ്സ് ബിരുദം ഏകശാലകം പുതുതായിട്ട് അപേക്ഷിക്കാനാണ് നോട്ടിഫിക്കേഷൻ വന്നേക്കുന്നത്. അപ്പോൾ അതിന് ടൈം തന്നേക്കുന്നത് ഇന്ന് മുതൽ 1/7/2024 മുതൽ 3/7/2024 വരെ ആണ്. അത് 4 മണി വരെ ഉള്ളൂ എന്നാണ് എൻ്റെ അറിവ് കേട്ടോ. അത് നമുക്ക് താഴോട്ട് നോക്കാം. അപ്പോൾ ഇതൊന്ന് വായിക്കാം. 1, 2, 3 അലോട്ട്മെൻറ്റുകളിൽ അലോട്ട്മെൻറ്റ് ലഭിക്കാതിരുന്നവരും അലോട്ട്മെൻറ്റ് ലഭിച്ച് വിവിധ പ്രോഗ്രാമുകളിൽ ജോയിൻ ചെയ്യാതിരുന്നവരും ഇതുവരെ അപേക്ഷിക്കാതിരുന്നവർക്കും ഉൾപ്പെടെ എല്ലാവിധ അപേക്ഷകർക്കും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വരെ കാത്തിരിക്കാതെ, അതായത് നമുക്കൊരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വരുന്നുണ്ട്, അത് ഓർക്കാട്ടോ. ഇപ്പോൾ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ ഇനി ബെറ്റർ ചോയ്സ് വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കിട്ടിയവർക്കും അപേക്ഷിക്കുക എന്നുള്ളതാണ്. അതായത് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് നമ്മൾക്ക് ആ കോളേജ് തൃപ്തരല്ല എങ്കിൽ അങ്ങനെയുള്ളവർക്കും അപേക്ഷിക്കുക എന്നുള്ളതാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ പ്രത്യേകത. അപ്പോൾ ആ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് കാത്തിരിക്കാതെ ഇപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഒരു അവസരം തരുവാണ്, ഇതുവരെ കിട്ടാത്തവർക്കും അതുപോലെ തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റാത്തവർക്കും ക്യാൻസലായി പോയവർക്കും. അപ്പോൾ അതിനായിട്ട് 1/7/2023 മുതൽ 3/7/2024 വരെയുള്ള, ഇത് ശരിക്കും പറഞ്ഞാൽ SC/STയുടെ സ്പെഷ്യൽ അലോട്ട്മെൻ്റ് ആണ്. SC/ST കുട്ടികൾക്ക് മാത്രമായിട്ടാണ് കഴിഞ്ഞ വർഷങ്ങൾ വരെ നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ ഒരു അവസരം ഇങ്ങനെ എല്ലാവർക്കുമായിട്ട് നടക്കുകയാണ് കേട്ടോ. പുതുതായിട്ട് ഓപ്ഷൻസ് കൊടുക്കാവുന്നതും രജിസ്റ്റർ ചെയ്യാവുന്നതുമാണ്. രജിസ്റ്റർ ചെയ്യേണ്ടത് ഇതുവരെ അപ്ലൈ ചെയ്യാത്തവർ മാത്രമാണ്. ഓൾറെഡി രജിസ്റ്റർ ചെയ്തവരെ ഓപ്ഷൻസ് കൊടുക്കുക. അതിനു മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. നിങ്ങളുടെ അക്കാദമിക് ഡീറ്റെയിൽസോ പേഴ്സണൽ ഡീറ്റെയിൽസോ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ അതിന് കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ താഴോട്ട് വായിച്ചു തരാം. ഓക്കെ. അതുപോലെ തന്നെ നിങ്ങൾ എയ്ഡഡ് കോളേജുകളുണ്ടല്ലോ. ഇപ്പോൾ നിങ്ങൾ മുസ്ലിം കാറ്റഗറി ആണെങ്കിൽ അൽ-അമീൻ കോളേജ്, എടത്തല, MES കോളേജ്, മാറമ്പള്ളി അല്ലെങ്കിൽ MESൻ്റെ കോളേജുകൾ, അതിലൊക്കെ കമ്മ്യൂണിറ്റി മെറിറ്റ് ഉണ്ടാകും. അതായത് ആ കമ്മ്യൂണിറ്റിയിലുള്ള കുട്ടികൾക്ക്, മുസ്ലിം കമ്മ്യൂണിറ്റിയുടെയാണ് ഈ കോളേജുകൾ, അതുപോലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ കോളേജുകളുണ്ടെങ്കിൽ അങ്ങനെ. അപ്പോൾ അങ്ങനെയുള്ള കമ്മ്യൂണിറ്റി കോളേജുകൾ, കമ്മ്യൂണിറ്റി ട്രസ്റ്റോ അല്ലെങ്കിൽ എയ്ഡഡ് മൈനോറിറ്റി കോളേജുകളോ നടത്തുന്ന കോളേജുകളുണ്ടെങ്കിൽ അങ്ങനെയുള്ള കോളേജുകളിൽ ഏത് വിഭാഗത്തിൻ്റെ കോളേജാണോ അവർക്ക് കുറച്ച് റിസർവേഷൻ ഉണ്ടാവും. അതിന് നമ്മൾ കമ്മ്യൂണിറ്റി കോട്ട എന്ന് പറയും. അപ്പോൾ അതിലേക്കും നിങ്ങൾക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാം കേട്ടോ. ഓൾറെഡി അപ്ലൈ ചെയ്തവരാണെങ്കിൽ ഓപ്ഷൻ കൊടുത്താൽ മതി. അല്ല ഇതുവരെയും കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് അതും കൊടുത്തിട്ട് ആ കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ. പിന്നെ കമ്മ്യൂണിറ്റി കോട്ടയിലും കൊടുക്കാവുന്നതാണ്. അതുപോലെ ഫിസിക്കലി ഡിസേബിൾ ആയിട്ടുള്ള കോട്ടയിലേക്കും കുട്ടികൾക്ക് ഇപ്പോൾ ഓപ്ഷൻസ് കൊടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ പുതുതായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. ഇനി ഇതിന് കുറച്ച് ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ട്. നിങ്ങൾ ലോഗിൻ ചെയ്യുക. ഓൾറെഡി രജിസ്റ്റർ ചെയ്തേക്കുന്നവർ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡ് ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് എഡിറ്റ് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അക്കാദമിക് ഡീറ്റെയിൽസോ പേഴ്സണൽ ഡീറ്റെയിൽസോ എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യുക. അത് എഡിറ്റ് ചെയ്തതിന് ശേഷം താഴെയായിട്ട് ഒരു അപ്ഡേറ്റ് എന്നുള്ളൊരു ബട്ടൺ ഉണ്ടാവും. അത് അപ്ഡേറ്റ് കൊടുത്താലാണ് നമ്മുടെ കൊടുത്ത ഡേറ്റ് അവിടെ അപ്ഡേറ്റ് ആവുള്ളൂ. എന്നിട്ട് അപ്ഡേറ്റ് ചെയ്യുക. അതിനുശേഷം ഓപ്ഷൻസ് ഫ്രഷ് ആയിട്ട് കൊടുക്കുക കേട്ടോ. ഹയർ ഓപ്ഷൻസ് അവിടെ നിന്നോട്ടെ, അതൊക്കെ കളഞ്ഞേക്കുക. അതൊന്നും ഇനി പരിഗണിക്കൂല. നിങ്ങൾ പുതുതായിട്ട് നമ്മൾ ആദ്യം കൊടുത്ത പോലെ അതിൽ കാണുന്ന കോളേജുകളും ഇതൊക്കെ എടുത്തിട്ട് നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കുക. എന്നിട്ട് ഓപ്ഷൻസ് സേവ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഫൈനൽ സബ്മിറ്റും കൊടുത്തിട്ട് അത് വേണമെങ്കിൽ ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തേക്കുക. ആ ഓപ്ഷൻസ് ഇതൊന്നും എങ്ങോട്ട് അയക്കണ്ട. നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഓർക്കുക, നിങ്ങൾ കൊടുക്കുന്ന ഡീറ്റെയിൽസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്കൊരു അലോട്ട്മെൻറ്റ് വരുന്നത്. ഇപ്പോൾ സർട്ടിഫിക്കറ്റും നിങ്ങൾക്ക് കിട്ടിയ അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുപോകുന്ന സർട്ടിഫിക്കറ്റിലും അവിടെയുള്ള ഡേറ്റയിലും തമ്മിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ അഡ്മിഷൻ ക്യാൻസലായി പോകും. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതൊന്ന് നോക്കുക. പ്രൊഫൈൽ നിങ്ങൾ നോക്കുക, എന്തെങ്കിലും എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഒക്കെയാണോ എന്ന് നോക്കുക. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്തിട്ടാണ് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞത് കേട്ടോ. പിന്നെ
NCCയുടെയും NSSൻ്റെയൊക്കെ മാർക്കുകൾ, അല്ലെങ്കിൽ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ മാർക്കുകൾ, അല്ലെങ്കിൽ പോലീസ് കേഡറ്റ്സിൻ്റെ മാർക്കുകൾ, അതൊക്കെ കിട്ടാനായിട്ട് നിങ്ങൾ +1 +2 നിങ്ങൾ ഇതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് പോയിന്റ്സ് നേടിയിട്ടുള്ളവർക്കാണ് അത് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലാതെ വെറുതെ അത് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മാർക്ക് ആഡ് ചെയ്ത് വന്നിട്ട് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകുമ്പോൾ 10th അല്ലെങ്കിൽ അതിന് മുമ്പുള്ളതൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അഡ്മിഷൻ ക്യാൻസലായി പോകും കേട്ടോ. അപ്പോൾ അത് ഓർക്കുക, പ്രത്യേകം ഓർക്കുക. അപ്പോൾ നമുക്കിതിനുള്ള സമയം 3/7/2024 4 മണി വരെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ 4 മണിക്ക് മുമ്പായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി ചിലപ്പോൾ ഇവിടെ വേക്കൻസി ഉണ്ടോ എന്നൊന്ന് നോക്കിയേക്കട്ടെ കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഇവിടെ വേക്കൻസി വന്നിട്ടില്ല. സാധാരണ നമുക്ക്, കാരണം ഇന്നലെ വരെയും കുട്ടികൾ ചേരുന്നുണ്ടായിരുന്നല്ലോ, അത് നിങ്ങളൊന്ന് ഇടയ്ക്കൊന്ന് നോക്കാം കേട്ടോ. ചിലപ്പോൾ ഇതിൽ ഈ റിസോഴ്സസിലെ വേക്കൻസിന്നോ അങ്ങനെ എന്തെങ്കിലും ബാക്കിയുള്ള വേക്കൻസിന്നൊക്കെ കൊടുക്കും. പക്ഷേ നിങ്ങൾ വേക്കൻസി നോക്കണം എന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജുകൾ കൊടുക്കാം കേട്ടോ. കാരണം വേക്കൻസി വരുവാണെങ്കിൽ അത് ഫില്ല് ചെയ്ത് പോകും. അപ്പോൾ അതുകൊണ്ട് ചോയ്സ് വെക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജുകൾ ആദ്യം എടുത്ത് പക്ഷേ ഓപ്ഷൻസ് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം കേട്ടോ. ടേക്ക് കെയർ, സ്റ്റേ ബ്ലെസ്ഡ്, താങ്ക് യു.